ഹലോ അനന്തു, നമസ്കാരം. ഞാനൊരു സ്വപ്ന ലോകത്തിൽ നിന്നുള്ളൊരു ലോകത്തിലാണ് വന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. കണ്ടു കഴിഞ്ഞാൽ കമ്പിയാന്ന് മാത്രം പറയുന്ന കുറെ പ്ലാന്റ്സ് നിൽപ്പുണ്ട്. ഇത് അതെ അതെ അല്ലേ? ഈ പ്ലാന്റ് കണ്ട ആരാണെങ്കിലും കമ്പിയാന്നല്ലേ പറയുള്ളൂ. അതെ അതെ അതെ. പക്ഷെ ഇത് നമ്മൾ ആ ഷേപ്പില് ചെയ്തെടുത്തേക്കുന്നത് നമ്മളല്ല, പുറത്തുള്ള ആൾക്കാര്. അതാ ഞാൻ പറഞ്ഞത്. അത് ഈ പ്ലാന്റ് എന്ന് പറയുന്നത് നോക്കി കമ്പി, തനി കമ്പിയായിട്ട് മാത്രമേ തോന്നുള്ളൂ. അതുപോലെ തന്നെ എനിക്ക് അനുഭവപ്പെട്ടതാണ് ഈ രണ്ട് പ്ലാന്റുകൾ. കണ്ടോ, ഇതൊക്കെ ഓരോന്നും ഓരോ ചോടല്ലേ? ഇത് ഓരോന്നും സിംഗിൾ ചെടികളാണ്. ഇത് ഓരോ ചോട് വളർന്നു വന്നിട്ട് അവരത് ആ ഷേപ്പിൽ ചെയ്തെടുത്തിരിക്കുന്നതാണ്. അതെ അതെ അല്ലേ? അവരുടെ കരവിരുതുകളാണ് കാണുന്നത്. എല്ലാം തന്നെ. ഞാൻ ഇവിടെ കുറെ സ്റ്റാച്യൂസ് കണ്ടു. ഇത് തടിയല്ലേ? അതൊക്കെ ഡ്രിഫ്റ്റ് വുഡിൽ ചെയ്തിരിക്കുന്നതാണ്. ഡ്രിഫ്റ്റ് വുഡ് നമ്മൾ വെള്ളത്തില് ഒഴുകി വന്ന നല്ല ഏജ്ഡ് ആയിട്ടുള്ള തടിയാണത്. അതിനകത്ത് ഇനിയിപ്പോ നമുക്ക് പുറത്ത് വെച്ചാലും ചെതലരിക്കുന്ന പ്രശ്നം അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും വരത്തില്ല. മഞ്ഞും മഴയും വെയിലും കൊണ്ടാലും കുഴപ്പമില്ല. ഇത് കൊണ്ടാലും യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല. അപ്പൊ ഇത് മുഴുവനും നദികളിലൂടെ ഒഴുകി വന്ന തടികളെ കളക്ട് ചെയ്തിട്ട് അത് വെച്ചുണ്ടാക്കിയിരിക്കുന്നത് അല്ലേ? ഇത് ആക്ച്വലി അതിന്റെ കാതല് തന്നെയാണ്. ടീക്ക് വുഡാണ്, ഇന്തോനേഷ്യൻ തേക്കാണിത്. അപ്പൊ അതിന്റെ തന്നെ കാതലാണ് ഈ ഓരോ പീസുകൾ. ഇത് മുഴുവനും വർഷങ്ങളോളം വെള്ളത്തിൽ കിടന്നതാണ്. അതെ അതെ, നല്ല ഏജ്ഡ് ആയിട്ടുള്ള തടികളാണ് ഇതെല്ലാം. പ്രിൻസേട്ടാ, ഇന്ന് നമ്മുടെ യാത്ര എങ്ങോട്ടാ? ജോജി, ചൈനയിലും മലേഷ്യയിലും മാത്രം കണ്ടുവരുന്ന ബോൺസായി മരങ്ങളുടെ ഒരു വൻ ശേഖരം കാണാനാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ജോജി അവിടെ ചെന്ന് കഴിയുമ്പോൾ മനസ്സ് ഒരു വിസ്മയ ലോകത്തിലെത്തിയതുപോലെ തോന്നുന്നു. ഇതെവിടെയാ ഈ വിസ്മയ ലോകം? മൂവാറ്റുപുഴ കോലഞ്ചേരി റൂട്ടിലാണ് ഈ വിസ്മയ ലോകം സ്ഥിതി ചെയ്യുന്നത്. ഹലോ അനന്തു, നമസ്കാരം. ഞാനൊരു സ്വപ്ന ലോകത്തിൽ നിന്നുള്ളൊരു ലോകത്തിലാണ് വന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. കാരണം ചോദിച്ചു കഴിഞ്ഞാൽ വൃക്ഷങ്ങൾ കൊണ്ട് ഇങ്ങനെ ഒത്തിരിയും ഡിസൈനില്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഒത്തിരി പേർക്ക് അറിയായിരിക്കും, പക്ഷെ അറിയത്തില്ലാത്ത ഒത്തിരി പേരുണ്ട്. അതെ അതെ, തീർച്ചയായും. അപ്പം അവരുടെ മുമ്പിലേക്ക് നമുക്കിന്ന് സമർപ്പിച്ചു കൊടുക്കാം അല്ലേ? അതെ അതെ. ഈ പ്ലാന്റുകളെല്ലാവേ ഈ ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാണോ അത് ഇമ്പോർട്ട് ചെയ്യുന്നതാണോ? നമുക്ക് ഇതെല്ലാം തന്നെ ഇമ്പോർട്ടഡ് വരുന്നതാണ്. നമുക്ക് മെയിൻലി കൂടുതൽ പ്ലാന്റ്സ് ചൈനയിൽ നിന്നാണ് നമുക്ക് ഇമ്പോർട്ട് ചെയ്ത് വരുന്നത്. പിന്നെ നമുക്ക് ഇന്ത്യയിൽ നിന്ന് വരുന്ന വെറൈറ്റീസും ഉണ്ട്. കൂടുതലും നമ്മള് ഹൈലൈറ്റ് ചെയ്തേക്കുന്ന ചൈന വെറൈറ്റീസിലാണ്. ഇത് അവര് ഇങ്ങോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മളിത് ഷിപ്പ് വഴി കണ്ടെയ്നറിലാണ് വരുന്നത്. നമ്മളൊരു ഇത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര നാൾ താമസം ഉണ്ടാവും? ഇത് ആക്ച്വലി ഇതിനൊരു ഷിപ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു നിയർലി ഒരു 1 month അടുത്ത് എടുക്കും. 1 മാസം ടൈം എടുക്കും. ഇത് ഷിപ്പിൽ കയറി വന്ന് പോർട്ടിലെത്തി അവിടെ നിന്ന് നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്ത് ഇവിടെ എത്താനായിട്ട്. അപ്പൊ നിങ്ങൾ ഇതിന്റെ മോഡൽസ് അവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ടോ? ഇത് ഓൾറെഡി എന്റെ ചേട്ടൻ ഓണർ അവിടെ പോയി പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെ പോയിട്ട് ആൾക്ക് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ ഓർഡർ കൊടുക്കും. അതനുസരിച്ച്. അപ്പൊ ഇതിന്റെ പ്ലാന്റിന്റെ പേര് പറഞ്ഞാൽ മതി. നമ്പർ ആണ് അതിന്? ഇത് പേരുണ്ട്. എല്ലാത്തിനും നമ്മൾ പേര് വെച്ചിട്ടാണ് നമ്മൾ ഓർഡർ ചെയ്യുന്നത്. ഇതിന്റെ ബോട്ടാനിക്കൽ നെയിം ആണോ അനന്തു പറയുന്നത്? ഫൈക്കസ് ബോൺസായി. ബോട്ടാനിക്കൽ നെയിം ആണ് അല്ലേ? ഫൈക്കസ് ബോൺസായി അല്ലേ? ഇത് നമ്മുടെ നാട്ടിലെ ആലിനോട് സാമ്യമുള്ളൊരു പ്ലാന്റ് അല്ലേ? അതെ അതെ അല്ലേ? ഇത് എല്ലാം ബോൺസായി ആയിട്ട്? ഇതെല്ലാം ബോൺസായിയുടെ തന്നെ ഡിഫറെന്റ് വെറൈറ്റീസ് ആണ്. ഇതിന്റെ പേരെന്നാ? ഇതും ഫൈക്കസ് ബോൺസായി തന്നെയാണ്. അപ്പൊ ഇവിടെ നിൽക്കുന്ന ഈ ഡിഫറെന്റ് ഡിസൈനിൽ നിൽക്കുന്നത് എല്ലാം തന്നെ ഫൈക്കസ് ബോൺസായി അല്ലേ? ബോൺസായികളാണ്. അതിന്റെ ലീവ്സിന് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ അല്ലേ? ഈ ഓരോ പ്ലാന്റുകളും മാസങ്ങളും വർഷങ്ങളും എടുത്തല്ലേ ഇതിലോ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത്? ഇതൊക്കെയെന്ന് പറയുമ്പോ 10-25 വർഷത്തിന് മേലെ ഏജ്ഡ് ആയിട്ടുള്ള 50-100 വർഷം പഴക്കം വരെയുള്ള മരങ്ങളുണ്ട്. 50 വർഷം വരെ പഴക്കമുള്ള മരങ്ങളുണ്ട്. ഇത് ഈ നിൽക്കുന്ന വലിയൊരു മരമാണെന്നുണ്ടെങ്കിൽ ഒരു മിനിമം 100 വർഷത്തിന് മേലെ പഴക്കമുള്ള മരങ്ങളാണ്. 100 വർഷത്തിന് മുകളിൽ. അത് ശരി. നിങ്ങള് ഇത് ആൾക്കാരിൽ എത്തിച്ചു കൊടുക്കുന്നത് എങ്ങനെയാ? ട്രെയിൻ വഴി? നമ്മൾ ക്രെയിനില് ഇത് ലോഡ് ചെയ്തിട്ട് നമ്മൾ വലിയ വണ്ടികളിൽ ലോഡ് ചെയ്ത് അവിടെ കൊണ്ട് പ്ലാന്റ് ചെയ്ത് കൊടുക്കും. പ്ലാന്റ് ചെയ്ത് നമ്മൾ കൊടുക്കുന്നില്ല. നമുക്ക് ഇവിടുന്ന് സെയില് മാത്രമേ ഉള്ളൂ. ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ പുറത്തുനിന്ന് വണ്ടി അറേഞ്ച് ചെയ്ത് കൊടുക്കും. എന്നിട്ട് അവിടെ എത്തിച്ചു കൊടുക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് അവർക്ക് അറിയത്തില്ല ആര് ഏത് വണ്ടിയാണ് ഇത് സേഫ് ആയിട്ട് എത്തിക്കണം. അതെ അതെ അതെ. അപ്പൊ ആരെ എത്തിക്കുന്ന എങ്ങനെ എത്തിക്കുന്ന അറിയത്തില്ലല്ലോ. അതെ അതെ. അതുകൊണ്ട് നമ്മൾ അതിന്റെ റെസ്പോൺസിബിലിറ്റി നമുക്കാണല്ലേ? അതെ അതെ. ഇതൊക്കെ വെയിറ്റ് വല്ലതും നോക്കിയിട്ടുണ്ടോ ഇതിന്റെ എങ്ങനെയെങ്കിലും? ഇത് അങ്ങനെ നമ്മള് എല്ലാത്തിന്റെ എക്സാക്ട് വെയിറ്റ് അറിയത്തില്ല. അത്യാവശ്യം ഹെവി ആണ്. ആണല്ലേ? ടൺ കണക്കിനുണ്ട് വെയിറ്റ്. ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ക്രെയിൻ ഉപയോഗിക്കുന്നത്. അതെ അതെ, ക്രെയിൻ ഉപയോഗിക്കുന്നത്. ഇപ്പൊ ചെറിയ ബോൺസായി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 3-4 പേരെ വെച്ചിട്ട് നമുക്ക് ലിഫ്റ്റ് ചെയ്ത് വെക്കാവുന്നേ ഉള്ളൂ. പക്ഷെ ഈ വലിയ പ്ലാന്റുകൾ എപ്പോഴും സേഫ് ആയിട്ട് നമുക്ക് ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്രെയിൻ തന്നെയാണ് ബെസ്റ്റ് ഓപ്ഷൻ. ഇത് നമ്മൾ അവിടെ എത്തിച്ചു കഴിയുമ്പോഴേ അവര് ഇത് മണ്ണിലേക്കാണോ വെക്കുന്നത്? അതെ, ഇതുപോലെ തന്നെ റിങ്ങിനകത്താണോ വെക്കുന്നത്? ഇത് പോട്ടിൽ വെക്കുന്നവരും ഉണ്ട്, ഔട്ട്ഡോർ പോട്ടുകളിൽ ചെയ്ത് വെക്കുന്നവരും ഉണ്ട്.
അപ്പൊ അല്ലാതെ തന്നെ ഡയറക്റ്റ് മണ്ണിലേക്ക് വെക്കുന്നവരും ഉണ്ട്. ഉണ്ട്. ഓരോ ആൾക്കാരും ഒരു ലൊക്കേഷൻ അവരുടെ സൗകര്യം വെച്ചിട്ട് അവരുടെ ഇഷ്ടം. സാധാരണയായിട്ട് ഇത് ലോണിനകത്തൊക്കെ സെൻട്രൽ ആയിട്ടൊക്കെ ആയിരിക്കും. അതെ അതെ അതെ, കൂടുതൽ ആൾക്കാരും മണ്ണിൽ തന്നെയാണ് വെക്കുന്നത്. പിന്നെ അതിനുള്ള ഒരു സൗകര്യം കുറവുള്ളവര് പോട്ടിലാക്കിയിട്ട് വെക്കും. അനന്ത് ഇത് കട്ട് ചെയ്ത് നിർത്തിയിരിക്കുന്നല്ലേ? അതെ അതെ. അപ്പൊ ഇത് ഇങ്ങനെ കട്ട് ചെയ്ത് നിർത്തിയിരിക്കുന്ന ഈ പ്ലാന്റ് അവിടെ ചെന്നതിന് ശേഷം ഇതേ ഷേപ്പിൽ നിർത്താനായിട്ട് നിങ്ങളുടെ ഹെൽപ്പ് ഉണ്ടാവുന്നുണ്ടോ അവർക്ക്? ഇല്ല ഇല്ല, നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല. നമ്മൾ ഇവിടുന്ന് സെയിലാണ് മെയിൻലി. അപ്പൊ അത് അവിടെ അവർ ആവശ്യപ്പെട്ടാണ് നമ്മൾ ചെയ്തു കൊടുക്കും അല്ലേ? നമ്മൾ അങ്ങനെ എത്തിച്ച് ചെയ്ത് കൊടുക്കുന്നില്ല ആക്ച്വലി. കാരണം നമുക്ക് ഒന്നാമത് ഇവിടെ ഒരു സ്റ്റാഫിന്റെ പരിമിതികളൊക്കെ ഉള്ളത് കൊണ്ടും, പിന്നെ നമുക്ക് ഇന്ത്യയിൽ തന്നെ എല്ലായിടത്തും തന്നെ കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പൊ എല്ലായിടത്തും പോയി നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ പോസിബിൾ അല്ല. അല്ല. ഓക്കെ. അപ്പൊ അവര് പിന്നെ സ്വന്തമായിട്ട് കട്ട് ചെയ്തോണം? അതെ അതെ അതെ. ആണോ? എത്ര നാൾ കൂടുമ്പോൾ ഇത് കട്ട് ചെയ്യേണ്ടി വരുന്നത്? ഇതൊരു 1 month 2 month ഒക്കെ കൂടുമ്പോ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ആണ്. അപ്പൊ നിങ്ങൾ ഇത് ലാഡർ വെച്ചിട്ട് കയറി ചെയ്യും. അതിനൊക്കെ സെപ്പറേറ്റ് ജോലിക്കാരാണ് വെച്ചിട്ടുണ്ട്. ഓക്കെ. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബിസിനസ്സിലേക്ക് വരാനായിട്ടുള്ള ഒരു താല്പര്യം തോന്നി? എവിടെയെങ്കിലും കണ്ടിട്ടാണോ? ഇത് ആൾക്ക് ഇതിനോടൊരു ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് ചേട്ടായി തന്നെ മുൻകൈ എടുത്ത് ചെയ്തതാണ് ഇത്. എബ്രോഡ് പോയി കണ്ട് അല്ലേ? അതെ അതെ അതെ. പുള്ളിക്ക് നേരത്തെ കമ്പ്യൂട്ടർ IT ഫീൽഡ് ആയിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ആൾ ഈ ബിസിനസ്സിലേക്ക് കടക്കുന്നത്. ആദ്യം നമ്മളൊരു ചെറിയ ഒരു ഷോപ്പായിരുന്നു ഇതിന്റെ അടുത്ത് തന്നെ. ഇവിടെ കൂടുതലുമേ ബുദ്ധ പ്രതിമകളാണല്ലോ കാണുന്നേ. അതിപ്പോ എന്താ വെച്ചാൽ ഇന്തോനേഷ്യയിൽ കൂടുതലും അവൈലബിൾ ആയിട്ടുള്ള ഈ ടൈപ്പ് ഓഫ് സ്റ്റാച്യൂസ് ആണ്. അപ്പോ അതുകൊണ്ടാണ് പിന്നെ കൂടുതലും ഇങ്ങനത്തെ വരുന്നത്. അവിടുത്തെ മെയിൻ ഒരു സംഭവമാണ് ഈ ബുദ്ധ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. അതെ അതെ അതെ. നമ്മൾക്ക് മലേഷ്യയിലും ഒന്നും ഇത് സാധനമില്ല, ഇന്തോനേഷ്യയിലൊക്കെ ഇല്ലേ? ഇന്തോനേഷ്യയിലൊക്കെ ഉണ്ട്. ചൈന കൂടാതെ. ചൈന, ഇന്തോനേഷ്യ, തായ്ലൻഡ്, വിയറ്റ്നാം. അപ്പം ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടേ ഞാൻ പറഞ്ഞത്. അവിടെ ഇതിന് വളരെ ഒരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അവര്. നമ്മുടെ ഇങ്ങോട്ട് അത്രയും വന്ന് എത്തിയിട്ടില്ലെന്നേ ഉള്ളൂ. പക്ഷെ ഇവിടുത്തെ ജനങ്ങൾ ഇത് കണ്ടു പഠിച്ചു കഴിയുമ്പോൾ അവർ ഇതിലേക്ക് താല്പര്യം തോന്നും. ഇപ്പം നമുക്ക് താല്പര്യം തോന്നിയാൽ അവർക്കും താല്പര്യം തോന്നും. അനന്തു, നമ്മൾ ഇതിന് വളം കൊടുക്കുന്നത് എങ്ങനെയാ? നമുക്ക് മെയിൻലി ഇതിനകത്ത് നമ്മള് ഫംഗിസൈഡ് ആണ് കൊടുക്കുന്നത്. ഫംഗസ് വരാതിരിക്കാനുള്ള ഫെർട്ടിലൈസർ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ ഗ്രോത്തിനുള്ള ഫെർട്ടിലൈസർ, ഫ്ലവറിങ്ങിനുള്ള ഫെർട്ടിലൈസർ, പിന്നെ ഫ്രൂട്ടിങ്ങിനുള്ള ഫെർട്ടിലൈസർ, എല്ലാം NPK വളങ്ങളാണ്. ഇതെല്ലാം ഡിഫറെന്റ് ആണ് അല്ലേ? മൂന്ന് ടൈപ്പാണ്. ഇത് നമ്മളിത് കലക്കി ഒഴിക്കുകയാണ് ചെയ്യുന്നത്? കലക്കി ഒഴിക്കാൻ നമുക്ക് അല്ലാണ്ട് സ്പ്രേ ചെയ്യുന്നുണ്ട്. ചോട്ടില് ഇട്ട് കൊടുത്തിട്ട് അതിനകത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഈ പ്ലാന്റ്സ് നേരിടുന്ന ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് ഫംഗസിന്റെ ആണ്. ഫംഗസിന്റെ ആണ്. അപ്പൊ ഇതെങ്ങനെ പൂപ്പലായിട്ട് വരുവാണ് ചെയ്യുന്നത്? അത് പൂപ്പല് വരും, ഇലക്ക് കേട് വരും, ചീച്ചില് വരും. ശരി. അപ്പൊ നമ്മള് നോക്കിയിട്ട് കൃത്യമായിട്ട് നോക്കി എന്താണ് അതിന്റെ പ്രശ്നം ഓരോ പ്ലാന്റിനെയും ഒബ്സർവ് ചെയ്യണം. 100 വർഷം പഴക്കം കാണും. ഇതൊരു 100 വർഷത്തിനടുത്ത് പഴക്കമുള്ള മരമാണ്. 100 വർഷം? ശരി. ഈ പ്ലാന്റിന്റെ കാര്യം ഒന്ന് പറയാമോ? ഇത് പോഡോകാർപ്പസ് പറഞ്ഞിട്ടുള്ള ചെടിയാണ്. എന്റെ ബോട്ടാനിക്കൽ നെയിം ആണോ? അതെ അതെ. ഇത് പോഡോകാർപ്പസ്. ഇതിങ്ങനെ കോൺ ഷേപ്പിൽ നിൽക്കുന്നതല്ല, ഇത് ആക്ച്വലി നല്ലോണം വളരുന്ന ഒരു ചെടിയാണ്. ഇതിങ്ങനെ ഈ ഷേപ്പില് വെട്ടി നിർത്തിയേക്കുന്നതാണ്. നമ്മുടെ കൺട്രോളിൽ നിർത്തിയിരിക്കുകയാണ്. ഇത് നമ്മൾ മുകളിൽ കണ്ട ആ ഫൈക്കസിന്റെ തന്നെ ഒരു വെറൈറ്റി ആണ്. അതിങ്ങനെ നമ്മൾ ഈ ഒരു ഷേപ്പിൽ ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇതിന്റെ പ്ലാന്റുകൾ തന്നെ കുറെ ഉണ്ടല്ലേ? പിന്നെ തന്നെ പല സൈസിലുള്ളതും പല ഷേപ്പിലുള്ളതും, കോൺ ഷേപ്പിലുള്ള വരുന്നുണ്ട്, അതുപോലെ തന്നെ ബോൾ ഷിപ്പിലുള്ള വരുന്നുണ്ട്. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറുമ്പോൾ വെറൈറ്റി കാര്യങ്ങളിലേക്കാണ് വരുന്നത് അല്ലേ? അതെ അതെ. ഇതും ഫൈക്കസിന്റെ തന്നെ വേറൊരു വെറൈറ്റി ആണ്. ഇത് ഈ വരുന്ന ഈ ഗ്രോത്തുകളെല്ലാം കട്ട് ചെയ്ത് കളയല്ലേ? കട്ട് ചെയ്ത് കളയാം അല്ലേ? കട്ട് ചെയ്ത് കളയണം. ഇതെല്ലാം കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് മുകളിലത്തെ മാത്രം നമ്മൾ ഷേപ്പ് ചെയ്ത് നിർത്തും. ശരി. ഇത് അതിന്റെ ഒരു ചെറിയ മോഡൽ അല്ലേ? ഇത് അതിന്റെ സ്മോൾ സൈസസിൽ വരുന്നതാണ് ഇതൊക്കെ. ഇതിന് വാങ്ങാൻ ആൾക്കാരുണ്ടല്ലേ? പിന്നെ തീർച്ചയായിട്ടും ഇതായിരിക്കും കൂടുതൽ ആൾക്കാർ വാങ്ങും. അതാകുമ്പോ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മാറ്റി വെക്കണമെന്നുണ്ടെങ്കിൽ മാറ്റി വെക്കാം. ചെറിയ ചെറിയ ചട്ടികളാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ള സ്ഥലത്ത് കൊണ്ട് വെക്കാം. ഓക്കെ. അപ്പൊ ഇതിന് നല്ല ഓർഡർ ഉണ്ട്. അതെ അതെ. ഇതിന് സീസൺ വല്ലതും ഉണ്ടോ അനന്തു? ഇതിന് മരങ്ങൾക്ക് അങ്ങനെ വലിയ സീസൺ ഇല്ല ആക്ച്വലി. ഇത് എപ്പോഴും തന്നെ അല്ല, ഞാൻ ചോദിച്ചു ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ഇന്ന സമയത്ത് അങ്ങനെയില്ലല്ലോ? ഇല്ല. നമുക്ക് എപ്പോഴും തന്നെ എല്ലാവിധ പ്ലാന്റ്സും അവൈലബിൾ ആണ്. ഇതും നമ്മുടെ ഇതിനകത്ത് പെടുന്നതാണോ? അതെ അതെ. ഇതും ബോൺസായി വെറൈറ്റി തന്നെ പെടുന്നതാണ്. ഇത് ഒലിവ് മരമാണിത്. ഇതാണ് ഒലിവ്? അതെ അതെ. ഇത് ഒലിവ് നമ്മുടെ ഇവിടുത്തെ ക്ലൈമറ്റില് കായ ഉണ്ടാവത്തില്ല, പക്ഷെ ഇങ്ങനെ ലീഫുകൾ വന്ന് നല്ല ഭംഗിയിൽ നിൽക്കും. അത് ശരി. ഇതിന് പ്രത്യേക സ്മെല്ലോ വല്ലതും ഉണ്ടോ? ഇല്ല, അങ്ങനെ സ്മെല്ലും കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇല്ല. അപ്പൊ ഇവിടെ നമ്മുടെ കായ ഉണ്ടാവത്തില്ല. ഇത് ആരംഭിച്ചിട്ട് എത്ര നാളായി ഈ സ്ഥാപനം അല്ലെ ഈ പ്രസ്ഥാനം? ഇതിപ്പോ നമ്മൾ തുടങ്ങിയിട്ട് ഒരു 8 വർഷത്തിന് മേലെയായി. നമ്മള് തുടങ്ങിയപ്പോ ആദ്യം ഒരു ചെറിയ ഷോപ്പായിരുന്നു.
അപ്പൊ പിന്നെ ഇങ്ങനെ നമ്മള് വലിയ ചെടികളുടെ ഇതും കൂടെ വന്നേ പിന്നെ നമുക്ക് എല്ലാം കൂടെ മാനേജ് ചെയ്യാനായിട്ട് ഇതിപ്പോ എല്ലാം കൂടെ ഒരു 3/4 ഏക്കർ സ്ഥലത്തിന് മുകളിലുണ്ടല്ലോ. ഉണ്ട് അല്ലേ? ഉണ്ട്. അത്ര ഏരിയയിലാ ഇപ്പം ഉള്ളത്. അതെ അതെ. അപ്പൊ ചെറുതായിട്ട് തുടങ്ങി കഴിഞ്ഞപ്പോ നമുക്കിത് നല്ല രീതിയിൽ ആവശ്യക്കാര് വന്നപ്പോ അവൈലബിലിറ്റി കൂടി തുടങ്ങിയപ്പോ നമ്മൾ അതനുസരിച്ച് വലുതാക്കിയതാണ്. എടുത്തു. അതെ അതെ. ഇവിടെ ഒരു റെസ്റ്റ് സ്പേസ് കാണുന്നല്ലോ, ഇരിക്കാനുള്ളതാണ് ഇത്. അതെ അതെ, ഇത് ഇരിക്കാനുള്ളത് തന്നെയാണ്. ആണോ? ഇത് നമുക്കിപ്പോ ആരെങ്കിലും ഒക്കെ ഇവിടെ കാണാൻ വരുന്നവർക്ക് വന്ന് റെസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ എന്തെങ്കിലും ഫോട്ടോഷൂട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് വന്നിരുന്ന് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ചെയ്ത് വെച്ചേക്കുന്നതാണ്. അങ്ങനെ ഫോട്ടോഷൂട്ട് നമ്മൾ അനുവദിക്കുന്നുണ്ട്. ഉണ്ട്. പിന്നെ ഇത് നമുക്കൊരു പ്രൊമോഷനും കൂടെ ആണല്ലോ. ഇന്ന സാധനങ്ങൾ നമുക്ക് ഇവിടെ ഉണ്ട്, ഇത് ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാവുന്ന ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ ഔട്ട്ഡോർ ഇടുന്ന ബെഞ്ചുകളാണ്. ഇതൊക്കെ പോളിമർ മെറ്റീരിയൽ വരുന്ന ഔട്ട്ഡോർ ബെഞ്ചുകളാണ്. ഇത് മഴയും വെയിലും കൊണ്ടാലും ഒരു കുഴപ്പമില്ല. ഇത് ഇത്രയും വെയിറ്റും കുറവാണല്ലേ? വെയിറ്റ് കുറവാണ്. ഇത് നമുക്ക് ഒരാൾക്ക് തന്നെ സുഖമായിട്ട് എടുത്തു വെക്കാവുന്ന വെയിറ്റേ വരുന്നുള്ളൂ. ഇത് ഒലിവ് മരമാണ്. ഒരു 10-400 വർഷം പഴക്കം വരുന്ന ഒലിവ് ട്രീ ആണിത്. ബോൺസായി ആണ്. ബോൺസായി. ഇത് മൾട്ടി കളർ ബോൺസായി അല്ലേ? ഇത് മൾട്ടി കളർ ബോഗൈൻവില്ല. ഇത് ബോൺസായി പോലെ നിർത്തിയിരിക്കുക അല്ലേ? ഇത് ബോഗൈൻവില്ലയുടെ തന്നെ സ്റ്റെമ്മില് മൾട്ടി കളർ പല കളറിലുള്ള ബോഗൈൻവില്ലകൾ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തേക്കുന്നതാണ്. ഇതിന്റെ സീസൺ നമുക്ക് കൂടുതലും ജനുവരിയിലാണ് അല്ലേ? ജനുവരി, ഫെബ്രുവരി, മാർച്ച് ആ ടൈമിലൊക്കെയാണ്, ഡിസംബർ ടൈമിലൊക്കെയാണ് കൂടുതൽ നല്ലോണം ഫ്ലവർ ഉണ്ടാവുന്നത്. മഴക്കാലത്ത് ഫ്ലവറിംഗ് ആണ്, പക്ഷെ മഴ ആയതുകൊണ്ട് ഫ്ലവർ നിക്കത്തില്ല. ഇതിന്റെ ഈ വെറൈറ്റി എന്ന് പറയുന്നത് ഇത് നമ്മൾ ഇവിടെ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്? അല്ല, ഇതൊക്കെ നമുക്ക് പുറത്തുനിന്ന് വരുന്നതാണ്. എല്ലാം തന്നെ നമുക്ക് തായ്ലൻഡ് വെറൈറ്റികളാണ്. അവര് ചെയ്ത് അയച്ചു തരും. അവര് ചെയ്ത് നമുക്ക് ഷിപ്പ് ചെയ്ത് വരുന്നതാണ് എല്ലാം തന്നെ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിനും അധികം അങ്ങനെ മെയിൻ്റെനൻസ് ഒന്നും ഇല്ല. പ്രോപ്പറായിട്ട് വെള്ളം ഒഴിക്കുക. പിന്നെ ബോഗൈൻവില്ലകൾ നമ്മുടെ കാലാവസ്ഥയിൽ നല്ലോണം വളർന്നോളും. നല്ല വെയിലൊക്കെ വേണ്ട ഒരു ചെടിയാണത്. മഴ കുറച്ചും മതി അല്ലേ? മഴ കുറച്ച് മതി. പിന്നെ അത് വെട്ടി നിർത്തുവാണെന്നുണ്ടെങ്കിൽ അത്ര നല്ലോണം നല്ല രീതിക്ക് ഫ്ലവറുകൾ വരും. വെട്ടി അതിന്റെ ഷേപ്പിൽ നിർത്തുവാണെന്നുണ്ടെങ്കിൽ നല്ലോണം ഫ്ലവർ ചെയ്യുന്ന ഒരു ചെടിയാണ്. ലിച്ചി അല്ലേ? അതെ, ഇത് ലിച്ചിയാണിത്. ഇതിനകത്ത് ഇപ്പൊ കായ്കൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോ നമുക്കൊരു 2-3 ആഴ്ച മുന്നേ വന്നേക്കുന്ന മരമാണിത്. അതുപോലെ തന്നെ ഇതാണെന്നുണ്ടെങ്കിൽ ജബോട്ടിക്കാവ മരമുന്തിരി എന്ന് പറയും. മരമുന്തിരി എന്ന് പറയുന്ന ഒരു മരമാണ്. അവനെയും പോട്ടിലാക്കി അല്ലേ? അതെ, പോട്ടിലാക്കി. ഇതൊക്കെ ആകുമ്പോ നേരെ ഇങ്ങനെ തന്നെ കൊണ്ടുപോയി വെച്ചാൽ മതി. ചട്ടിയിലും വെക്കാം, നമുക്ക് നേരിട്ട് മണ്ണിലേക്കും വെക്കാം. പിന്നെ ഇതാണെന്നുണ്ടെങ്കിൽ ബ്ലൂബെറിയാണ്. നമ്മുടെ നാട്ടില് വളരെ കുറവായിട്ട് കിട്ടുന്ന നല്ല വിലയുള്ള ഒരു പഴമാണ് ബ്ലൂബെറി പഴം. പുറത്ത് കടയിൽ നിന്നൊക്കെ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ കാലാവസ്ഥയില് നല്ല രീതിക്ക് പഴങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഇത് പുളിയല്ലേ നിൽക്കുന്നേ? അതെ, ഇത് പുളിമരാണ്. ഇത് നാരകം അല്ലേ? നാരകം കായ്ച്ചിട്ടുണ്ടല്ലോ. കായ്ച്ചിട്ടുണ്ട്. ഇത് പുളിയാണ്, ഒരു മധുരം ഉണ്ട്. നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാനൊക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ളതാണ്. ഇത് നല്ല വലിപ്പം വെക്കുന്ന നാരങ്ങയാണ്. ഇത് വമ്പിളി നാരകത്തിന്റെ ഒരു മോഡലാണോ? ഇത് നോർമല് നാരങ്ങ തന്നെയാണ്. ലൈം ചൈന വെറൈറ്റി ആയതുകൊണ്ട് നല്ല രീതിക്ക് നല്ല സൈസിൽ വരുന്ന ടൈപ്പ് ലെമൺ ആണിത്. ഈ പ്ലാന്റോ? ഇത് ആകുമ്പോ ലോറ പെന്റിൽ എന്ന് പറഞ്ഞിട്ടുള്ള ചെടിയാണ്. ഇത് ഫ്ലവറിംഗ് ആണ്. ഇതിനകത്ത് പിങ്ക് കളറിൽ. ഇവിടെ എല്ലാത്തരം വൃക്ഷങ്ങളും ഉണ്ടല്ലേ? നഴ്സറിയുടെ എല്ലാ നഴ്സറി ചെടികളും ഉണ്ട്. നിൽക്കുന്നതാണെന്നുണ്ടെങ്കിൽ ബുഷ് ഓറഞ്ച് ആണ്. ഇതൊക്കെ നമ്മുടെ പുളിയാണ്. ഭയങ്കര പുളിയാ. വീട്ടിലുണ്ട്. ജ്യൂസ് ഒക്കെ ഉണ്ടാക്കാൻ ലൈം ജ്യൂസിനൊക്കെ പകരമായിട്ട് ചേർക്കണമെന്നേ ഉള്ളൂ. അതെ. ഇനി ഇതൊക്കെ നമ്മുടെ കാലാവസ്ഥയിൽ നല്ലോണം ഉണ്ടാവുന്ന ഒരു നഴ്സറി എന്ന നിലയിൽ നോക്കുമ്പോൾ പുറത്തുനിന്നുള്ള ആൾക്കാർക്ക് ഇത് ബോൺസായി പ്ലാന്റുകൾ, ഇൻഡോർ ഔട്ട്ഡോർ പ്ലാന്റുകൾ ഉള്ളതായിട്ടേ തോന്നുള്ളൂ. പക്ഷേ ഞാൻ അകത്തോട്ട് നോക്കുമ്പോൾ കാണുന്നതെല്ലാം സാധാരണ ഒരു ഗാർഡനിലുള്ള എല്ലാ പ്ലാന്റ്സും ഉണ്ട്. അതെ. നമ്മള് ബോൺസായി മാത്രമല്ല, നമുക്ക് എല്ലാ തരത്തിലുള്ള ഔട്ട്ഡോറും ഇൻഡോറും വെക്കാൻ പറ്റുന്ന വലിയ ചെടികളും ചെറിയ ചെടികളൊക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇതൊക്കെ എല്ലാം നമുക്ക് ഇൻഡോർ സെമി ഷെയ്ഡില് ലൈറ്റുള്ള ഏരിയകളിൽ വെക്കാൻ പറ്റുന്ന ടൈപ്പുള്ള സിറ്റ് ഔട്ടിലും അതുപോലെ തന്നെ വീടിന്റെ ഉള്ളിലൊക്കെ വെക്കാൻ പറ്റുന്ന ടൈപ്പിലുള്ള പ്ലാന്റ്സ് ആണ്. വെട്ടം ഇല്ലാത്തടത്ത് വെക്കാൻ പറ്റിയ പ്ലാന്റ്സും ഉണ്ട്. ഇതിപ്പോ നമുക്ക് ഇൻഡോർ സെമി ഷെയ്ഡിൽ വെക്കാൻ പറ്റിയ പ്ലാന്റ്സ് ആണ് ഇത് ഫുള്ള്. നമുക്ക് വീടിന്റെ സിറ്റ് ഔട്ടുകളിലും വീടിന്റെ ഉള്ളിലും അതുപോലെ തന്നെ ബാൽക്കണി, ബെഡ്റൂമുകൾ, ഇവിടെ എല്ലാത്തിലും വെക്കാൻ പറ്റിയ തരത്തിലുള്ള പ്ലാന്റ്സ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ചെറിയ സൈസ് മുതൽ വലിയ സൈസ് വരെയുള്ള നമ്മുടെ നാട്ടിലുള്ള ഇത് ലക്കി ബാമ്പു ആണ്. ലക്കി ബാമ്പു അല്ലേ? ലക്കി ബാമ്പു ആണ്. ഇത് ഓരോന്ന് സിംഗിൾ ഇതൊക്കെ സിംഗിൾ ചെടികള് ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇതൊന്നും വലിയ ലൈറ്റ് ഒന്നും വേണ്ടാത്ത ചെടികളാ. ഇതൊക്കെ നമുക്ക് അത്യാവശ്യം ഇരുട്ടുള്ള സ്ഥലങ്ങളിലാണല്ലോ നിന്നോളും. വലിയ മെയിൻ്റെനൻസ് ഒന്നും ഇല്ല. അതുപോലെ തന്നെ സ്നേക്ക് പ്ലാന്റ് ആണെന്നുണ്ടെങ്കിലും സ്നേക്ക് പ്ലാന്റ് ഇതാ നിൽക്കുന്ന വലുത്. അതിന്റെ ചെറിയ വെറൈറ്റികൾ ഇവിടെ ഉണ്ട്.
അതൊക്കെയാണെന്നുണ്ടെങ്കിലും വലിയ മെയിൻ്റെനൻസ് ഒന്നും ഇല്ല. ഇതിന്റെ ഒന്നും പേരെനിക്ക് അറിയത്തില്ല. ഇതെല്ലാം എനിക്കും അറിയാൻ പാടില്ല, ഞാനതൊക്കെ പഠിച്ചു. അല്ല, ഈ സ്നേക് പ്ലാന്റ് ഒക്കെ വീട്ടിൽ നിൽപ്പുണ്ട്. എനിക്കൊരു നല്ല ഗാർഡൻ ഉണ്ട്. അതെ അല്ലെ, ഇതൊക്കെ സ്നേക് പ്ലാന്റ് തന്നെ ഒരു വെറൈറ്റി ആണ്. ഇതാണെന്നുണ്ടെങ്കിൽ ഫ്ലവറിംഗ് ആണ്. ഇതേ പൂ ഉണ്ടാവും കേട്ടോ. അതെ അല്ലെ, ഇതേ കുറെ കഴിയുമ്പോൾ പൂ ഉണ്ടാവും. എന്തോ ഇങ്ങനെ ഈ പ്ലാന്റുകളുടെ എല്ലാം ലോകത്തുനിന്ന് നമ്മൾ ഇറങ്ങി വരുമ്പോൾ പോട്ട്സിന്റെ ലോകത്തിലേക്ക് വരുവാ അല്ലെ? അതെ അതെ, നമുക്കിപ്പോ ഈ കണ്ട എല്ലാ തരത്തിലുള്ള ചെടികൾക്കും പറ്റിയിട്ടുള്ള പോട്ടുകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. വലിയതും ചെറുതും എല്ലാ സൈസും. ഇപ്പൊ ഔട്ട്ഡോർ കണ്ട ബോൺസായി വെക്കാൻ പറ്റിയ സൈസുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് പോട്ടുകൾ ഇവിടെ ഉണ്ട്. പോളിമർ, ഡിഫറെന്റ് ഷേപ്പുകള്, പോളിമർ, വിയറ്റ്നാം, FRC, സെറാമിക്, എല്ലാ ടൈപ്പിലുള്ള പോട്ടുകളും അതിന്റെ ട്രേകളും സ്റ്റാൻഡും കാര്യങ്ങളും എല്ലാം നമുക്ക് വരുന്നുണ്ട്. ഇവിടെ നമ്മുടെ വുഡ് വർക്ക് ഇരിപ്പുണ്ടല്ലോ. അതെ അതെ അതെ, ഇതൊരു വെറൈറ്റി സാധനമാണ്. ഇതെന്താ ഇത് കമാഡോ ഗ്രിൽ എന്ന് പറയും. ഇത് നമുക്ക് ഔട്ട്ഡോർ പർപ്പസിന് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഗ്രില്ലാണ്. ഇത് പോർട്ടബിൾ ആണ്, നമുക്ക് ഉന്തിക്കൊണ്ട് നടക്കാം. ഇത് സെറാമിക്കലാണ് ചെയ്തേക്കുന്നത്. അപ്പൊ ഇതിനകത്ത് നമുക്ക് ബേക്ക് ചെയ്യാനും ഫ്രൈ ചെയ്യാനും വേവിച്ചെടുക്കാനും, മീറ്റ് ആണെന്നുണ്ടെങ്കിലും വെജിറ്റബിൾസ് ആണെന്നുണ്ടെങ്കിലും പിസ്സ ഉണ്ടാക്കാൻ, ബ്രെഡ് ഉണ്ടാക്കാൻ, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള സെറാമിക്കിൽ ചെയ്തേക്കുന്നതാണ്. ചാർക്കോളിലാണ് ഇത് ഉണ്ടാക്കുന്നത്. നമുക്ക് വീടുകളിലും അതുപോലെ തന്നെ റിസോർട്ടുകളിലും റെസ്റ്റോറന്റുകളിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ടൈപ്പ് ഗ്രില്ലാണിത്. ഇത് ഇലക്ട്രിക്കൽ അല്ല അല്ല അല്ല, ചാർക്കോളാ. നമ്മളാ കണ്ട ഇൻഡോർ പ്ലാന്റ്സ്, എല്ലാ പ്ലാന്റ്സും വെക്കാനുള്ള ചട്ടികൾ ഇവിടെ ഉണ്ട്. ഇപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ചെടി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടമുള്ള പോട്ടിനകത്ത് കസ്റ്റമേഴ്സിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മളത് പോട്ട് ചെയ്ത് കൊക്കോപ്പിറ്റ് മണ്ണും നിറച്ച് ക്ലേ ബോൾസ് ഇട്ട് ഇതുപോലെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കും. അപ്പൊ നേരെ കൊണ്ടുപോയി വീട്ടിൽ വെച്ചാൽ മാത്രം മതി. ഇപ്പൊ നടാൻ അറിയാൻ പാടില്ലാത്തവർക്കും അതിന്റെ ബുദ്ധിമുട്ടും പരിമിതികളും ഉള്ളവർക്കാണെന്നുണ്ടെങ്കിലും നമ്മൾ ഇവിടുന്ന് ചെയ്തു കൊടുക്കും. പ്ലാന്റുകളുടെ ഒരു പർദീസ അല്ലെ? അതെ, വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ പോട്ട്സിന്റെയും ഡിഫറെന്റ് കളർ. ഇപ്പൊ ചെടി മേടിക്കുന്നവർക്ക് എന്തായാലും പോട്ടും വേണ്ടി വരുമല്ലോ. അപ്പൊ നമ്മളെല്ലാം ഒരു സ്ഥലത്ത് തന്നെ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സിന് അത്രയും സൗകര്യം. ഇതൊരു വെറൈറ്റി പോലെ തോന്നല്ലോ. ഇത് ഇൻഡോർ ബോൺസായി ആണ്. അരക്കേറിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആണ്. ഇത് അത്യാവശ്യം നല്ല റെയർ ആയിട്ടുള്ള ഒരു മരമാണിത്. ഇത് വീടിന്റെ ഉള്ളില് നല്ല ലൈറ്റ് ഉള്ളിടത്ത് വെക്കാൻ പറ്റിയിട്ടുള്ള ബോൺസായി ആണിത്. ഇത് വീടിനുള്ളിൽ തന്നെ വെക്കാം. വീടിന്റെ ഉള്ളിൽ വെക്കാം. ഇത് കല്ലിനകത്ത് കയറി പോയേക്കുന്നതാണ് ഇതിന്റെ വേരുകൾ. അതാണ് കല്ലോട് കൂടി തന്നെ ഇരിക്കുന്നത്. ഇതിന് കെട്ടി വെച്ചതെന്ന് എന്നാ വെച്ചാൽ ഇതിന്റെ വേര് ബാഗിനകത്ത് കവേടാ. അപ്പൊ ആ വേരിനൊരു സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കെട്ടി വെച്ചേക്കുന്നത്. ഇത് അയച്ചു കളഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ മാറ്റി നടുമ്പോ ഇത് അയച്ചു കളയാം. ഇതിപ്പോ അതിനൊരു സപ്പോർട്ടിന് വേണ്ടി കൊടുത്തേക്കുന്നയാ. ഇവിടെ ഒരാളിരിപ്പുണ്ട് കേട്ടോ, കിളിക്കൂട്. കിളിക്കൂണ്ട് തന്നെ നമുക്ക് വാതിലുള്ളതും ഉണ്ട്, വാതിലില്ലാത്തതും ഉണ്ട്. രണ്ടും ഉണ്ട് അല്ലേ? രണ്ടും ഉണ്ട്. ഇതൊക്കെ വാട്ടർ ഫൗണ്ടൈൻ ആണ്. ഇതൊക്കെ നമുക്ക് എല്ലാ ചെടികളും വെക്കാൻ പറ്റിയിട്ടുള്ള പല ഷേപ്പിലും പല സൈസിലും ഉള്ള സെറാമിക് പോട്ടുകളാണ് ഇതെല്ലാം. അപ്പൊ നമുക്ക് ആൾക്കാരുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ചെടി എടുത്ത് ഇതിനകത്ത് പോട്ട് ചെയ്ത് നമ്മൾ കൊടുക്കും. ഇത് രണ്ടെണ്ണം വരുന്നുണ്ടല്ലോ. ഇത് സെയിം തന്നെയാണ്. അതെ അതെ അതെ. അതുപോലെ തന്നെ സ്റ്റാൻഡുകൾ, വുഡൻ സ്റ്റാൻഡുകളും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഇതൊക്കെ വുഡൻ സ്റ്റാൻഡുകളാണ് ചെടി വെക്കാനുള്ള. അതിവിടെ കിട്ടും അല്ലേ? ഞാൻ ഇവിടെ വന്ന് കണ്ടപ്പോഴേ ഒത്തിരി മനുഷ്യൻ വേസ്റ്റ് ആയിട്ട് ഉപേക്ഷിച്ച് കളയുന്ന തടി ഉൽപ്പന്നങ്ങള് കളക്ട് ചെയ്തിട്ട് ഇവിടെ എന്തെല്ലാം സ്റ്റാച്യൂസ് ഉണ്ടാക്കിയിരിക്കുന്നേ. ഏതെല്ലാം രീതിയിലുള്ള സ്റ്റാച്യൂസ്. ഇതേ ഇവിടെ ഊഞ്ഞാലുണ്ടാക്കി വെച്ചേക്കുന്നു, ഇവിടെ ഇരിക്കാനുള്ള ഇരിപ്പിടം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന സാധനങ്ങളാണ്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാല് ഇപ്പൊ അനന്ത് പറഞ്ഞു, ഇത് ആറ്റിലൂടെയും തോട്ടിലൂടെ ഒക്കെ അവിടെ ഒഴുകി വരുന്ന കാതലായിട്ടുള്ള തടി കഷ്ണങ്ങൾ ഉപയോഗിച്ച് അത് ചെയ്തിരിക്കുന്നതെന്നും പറഞ്ഞു അല്ലെ? നമ്മുടെ ഈ നാട്ടില് എന്തോരം സാധ്യതകളുണ്ടല്ലേ? ഇവിടെയുള്ള ആൾക്കാരൊന്നും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നില്ല, അവരത് മനസ്സിലാക്കി ചെയ്യുന്നില്ല. ഇപ്പൊ നിങ്ങൾ ഇതിനൊരു റിസ്ക് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലോ ജനം ഇത് കാണാൻ തുടങ്ങി, ഇതിന്റെ അനുഭവിക്കാൻ തുടങ്ങി, ആളുകളുടെ ചിന്തയിൽ എത്തിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇതുപോലെയുള്ള ഒത്തിരി മെറ്റീരിയൽസ് നമ്മള് കാണാതെ പോകുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ.
ഇതിപ്പോ നമ്മുടെ നാട്ടിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിലും കോസ്റ്റ് വരും. നമ്മുടെ ഇവിടെ പണിക്കാശും ആൾക്കാരുടെ ഇതെല്ലാം ഭയങ്കര കൂടുതലാണ്. തടിക്ക് പിന്നെ മുമ്പേ അനന്ത് പറഞ്ഞൊരു വലിയ കാര്യമുണ്ട് ഇതിനകത്ത്, നമ്മുടെ മനുഷ്യർക്കൊന്നും ക്ഷമയില്ല. ഇതൊക്കെ ഓരോ പീസും എടുത്ത് എവിടെയാണ് ഉൾക്കൊള്ളുന്നതെന്ന് നോക്കി അതിന്റെ അടച്ച് കൊണ്ടിരുന്നെങ്കിൽ കട്ട് ചെയ്തെടുക്കത്തൊക്കെ ക്ഷമ വേണം. ഇത് ഇതാണെങ്കിൽ സ്റ്റെപ്പിംഗ് സ്റ്റോണുകളാണ്. നമ്മൾ കോർട്ട്യാർഡിലും അതുപോലെ തന്നെ ഗാർഡനിലൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റിയ സിംഗിൾ പീസ് സ്റ്റോണിൽ ചെയ്തെടുത്തേക്കുന്നതാണിത്. ഇതെല്ലാം വിത്ത് ഡിസൈൻ അല്ലേ? വിത്ത് ഡിസൈൻ. ഇത് നമുക്ക് ഇലയുടെ ഷേപ്പിലും പൂവിന്റെ ഷേപ്പിലും ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഇതാണെന്നുണ്ടെങ്കിൽ കിളികൾക്ക് വെള്ളം കുടിക്കാനുള്ള ബേർഡ് ബാത്ത് ആണ്. കുളിക്കാനും വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട് നമുക്ക് ഗാർഡനുകളിൽ വെച്ചു കൊടുക്കാം. പിന്നെ ഇതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിനകത്ത് ബൾബ് ഇടാം. ഇതൊക്കെ സ്റ്റോണിൽ ഇതെല്ലാം നമ്മൾ സ്റ്റോണിൽ ചെയ്തെടുത്തേക്കുന്നത്. ബൾബ് ഇടുന്നതിന്റെ കുറെ വെറൈറ്റീസ് ഉണ്ടല്ലോ. ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. നമുക്ക് ഇവിടെ കാണുന്നുണ്ട് ചൈന, ഇന്തോനേഷ്യൻ സ്റ്റൈലിലൊക്കെ ഉള്ള നമുക്ക് ലാൻഡേൺസ് ഒക്കെ ഇവിടെ വരുന്നുണ്ട്. ഇതായി ഇരിക്കുന്നൊക്കെ ഫുള്ള് ലാൻഡേണുകളാണ്. ഇതിനകത്തൊക്കെ നമുക്ക് ബൾബ് ഇട്ടൊരു കോർണറിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും. അതുപോലെ തന്നെ ഇതൊക്കെ നമുക്ക് ഇരിക്കാനുള്ള സീറ്റുകളാണ്. ഇതൊക്കെ സെറാമിക് ചെയ്തെടുത്തേക്കുന്ന ബെഞ്ചുകളാണ്. ഇതൊക്കെ നമ്മൾ സിംഗിൾ സ്റ്റോണിൽ ചെയ്തെടുത്തേക്കുന്ന വാഷ് ബേസിനുകളാണ്. ഇതൊക്കെ നമുക്ക് മെയിൻലി വീടുകളിൽ നമുക്ക് ഒരു വെറൈറ്റി ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള കൊടുക്കാൻ പറ്റിയിട്ടുള്ള ചെറിയ വാഷ് ബേസിന് ആവശ്യമുള്ളവർക്കല്ലേ? ചെറുതും വലുതും നമുക്ക് അതുപോലെ തന്നെ വലിയ കല്ലിൽ വരുന്നതുണ്ട്. ഇതായിരിക്കുന്ന വലിയൊരു വാഷ് ബേസിനാണ്. അത് സ്റ്റാൻഡ് പോലെ നമുക്ക് ആ ഒരു ഹൈറ്റിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയത്. ഇതിന്റെ അകം പൊള്ളയാണ് കേട്ടോ. അത് പൈപ്പ് ഇടാനായിട്ടുള്ള അതുകൊണ്ട് സൗകര്യമുണ്ട്. സ്പേസ് അവിടെ കാല് വെച്ച് നിന്ന് ചെയ്യാൻ പറ്റിയതുണ്ടോ? ഇതും സിംഗിൾ സ്റ്റോണിൽ ചെയ്തെടുത്തേക്കുന്ന ലാൻഡേണുകളാണ്. സിംഗിൾ സ്റ്റോൺ ആണ്. സിംഗിൾ സ്റ്റോൺ ആണ്. ഇതിപ്പോ നമുക്ക് ഇതിങ്ങനെ എടുത്തു പൊക്കി മാറ്റി കഴിഞ്ഞാൽ നമുക്ക് കാണാം. ശരി. അതിന്റെ ഉള്ളില് നമ്മൾ കാർവ് ചെയ്തെടുത്തേക്കുന്നയാ. ഇതിനകത്ത് ബൾബ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഗാർഡന്റെ സൈഡിൽ കൂടെ ഒക്കെ നമുക്ക് കൊടുക്കാനായിട്ട് നല്ല ഭംഗി ഉണ്ടാവും. ഇതിനിടയ്ക്കോടെ വെട്ടം വന്നോളൂ. അതിന്റെ ഇടയ്ക്കോടെ വെട്ടം വരും. എന്നാണെങ്കിലും ഭംഗിയായിട്ടുണ്ടല്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി താഴെ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ.